29-നും 30-നും കേന്ദ്ര കമ്മിറ്റിയാണ് പുതിയ ജനറൽ സെക്രട്ടറി നിശ്ചയിക്കാനുള്ള കേന്ദ്ര കമ്മിറ്റി. അതിൽ അങ്ങ് പങ്കെടുക്കുന്നുണ്ടോ? അല്ല, ഇനി ദിവസങ്ങൾ കുറേ ഉണ്ടല്ലോ. മനുഷ്യനില്ലേ, കുറെ ദിവസങ്ങളുണ്ട്. ഞാൻ ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചും പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല. എനിക്ക് നിങ്ങളോട്, ജനങ്ങളാണ് എൻ്റെ മുമ്പിലുള്ള ശക്തി. ആ ജനങ്ങളോടാണ് എനിക്ക് ബാധ്യത. ആ ജനങ്ങളോടാണ് ഞാൻ പറയുക. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ നല്ല പ്രതിഭാശാലികളായ, നല്ല ചിന്താശക്തിയുള്ള, കഴിവുള്ള പത്രപ്രവർത്തകരാണ്, ഗവേഷക താല്പര്യമുള്ളതാണ്. നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. ഞാൻ പറഞ്ഞ കാര്യം പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വേദിയാക്കി ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരാൻ. കണ്ണൂരിലെ യുവാക്കൾ തീവ്രവാദ സംഘടനകളുടെ ഭാഗമാകുന്നുവെന്ന് കഴിഞ്ഞ ദിവസം അതിലെന്തെങ്കിലും വാസ്തവം? കേരളത്തിൽ പൊതുവെ തീവ്രവാദ സംഘടനകളെ നല്ലതുപോലെ നിരീക്ഷിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. യഥാർത്ഥം ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ തീവ്രവാദ പ്രവർത്തനം അസാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകൾ അവരുടെ ഒരു ശത്രുവെ പോലെ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇടതുപക്ഷം. എൻ്റെ ഒരു അനുഭവം അതാണ്. പലർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തുന്നത് അവരുടെ അനുഭവ കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, കേരളമാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സംസ്ഥാനം. ഇവിടെ മതസാഹോദര്യവും സന്തോഷവും സംതൃപ്തിയും ജനങ്ങൾക്കുണ്ടാക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളും ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നുണ്ട്. ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളും ഈ കേരളത്തിൽ ഈ ഗവൺമെൻറ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി ഇപ്പോൾ അങ്ങോട്ട് കാണിക്കുന്ന സമീപനത്തിൽ വ്യക്തിപരമായിട്ട് വേദനയുണ്ട്, കൃത്യമായിട്ട് സംരക്ഷണം കിട്ടുന്നില്ല, അത് ശരിയല്ല ചേട്ടാ? ഞാൻ ഒരുപാട് വേദനയും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് വളർന്നു വന്ന ഒരാളാണ്. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നേരിട്ട് കടന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു പുതുമയല്ല. അതിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കിപ്പോഴൊരു പ്രശ്നവും എൻ്റെ മുമ്പിലില്ല. വളരെ സന്തോഷവും സംതൃപ്തിയേ ഉള്ളൂ. ആ സന്തോഷത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അതിൽ നിങ്ങളുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും എന്നും നന്ദി ഉണ്ടാകും എന്ന് ഇപ്പോൾ എനിക്ക് പറയാനുണ്ട്. താങ്ക് യു.